എന്താ സുഹൃത്തുക്കളെ, ഒരു യാത്ര ഇങ്ങനെ പോവുകയാണ്. എന്നപ്പോൾ നമ്മൾ യാത്ര പോകുമ്പോൾ ഓരോ ചിന്തകളൊക്കെ നമ്മളെ ഉള്ളിലേക്ക് എത്തുക. അന്നപ്പം നമ്മളെ സൗഹൃദങ്ങളെക്കുറിച്ചൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ്. എല്ലാവർക്കും ഒരുപാട് ചങ്ങായിമാരുണ്ടായല്ലോ. അന്ന് നമ്മളെ പല സൗഹൃദങ്ങളും വന്നു ചെയ്തത് നമ്മളെ കുട്ടിക്കാലങ്ങളിലാണ്. കാരണം നമ്മളെല്ലാവരും ജനിച്ച് അന്നപ്പം തന്നെ നമുക്ക് നമ്മളെ പ്രായത്തിലുള്ളതും നമ്മളെ പ്രായത്തിന് കുറച്ച് മൂത്ത ആളുകളും ഇളയ ആളുകളൊക്കെ നമ്മളെ അയൽവക്കത്തൊക്കെ നമ്മളെ പോലെയുള്ള സുഹൃത്തുക്കളൊക്കെ ആ സമയത്തൊക്കെ ജനിച്ചിങ്ങനെ നമ്മളതായ ഉണ്ടായല്ലോ. അങ്ങനെ നമ്മളൊക്കെ വളർന്ന് വരുമ്പോൾ അയൽവക്കത്ത് നിന്ന് നമ്മൾ സുഹൃത്തുക്കളായി മാറും. അങ്ങനെ നമ്മൾ പ്രായമായി കുറച്ചുകൂടെ ഇങ്ങനെ വളർന്ന് വരുമ്പം പിന്നെ നമ്മൾ കളിക്കാനും പരസ്പരം ഓടി കളിക്കാനും ചാടിക്കളിക്കാനും ഒക്കെ കുട്ടിക്കാലങ്ങളിൽ ഒരു പ്രത്യേക അനുഭവമായിരുന്നത് എല്ലാവർക്കും പല ഒരുപാട് അനുഭവങ്ങളുണ്ടാവും. പിന്നെ നമ്മൾ സ്കൂൾ കാലഘട്ടങ്ങളിലേക്ക് പ്രവേശിക്കുകയാണല്ലോ ചെയ്യുന്നത്. അങ്ങനെ ഏകദേശമൊക്കെ നമുക്ക് അറിയാനാകുന്ന കാലത്ത് സ്കൂളിൽ തന്നെ നമുക്ക് ഒരുപാട് സുഹൃത്തുക്കളെ അവിടുന്ന് പിന്നെ പുതിയൊരു ലോകം തന്നെ നമുക്ക് അവിടെ സൃഷ്ടിക്കുകയാണ്. നമ്മൾ പോലും അറിയാതെ ഒരുപാട് സുഹൃത്തുക്കൾ നമ്മളിലേക്ക് എത്തിച്ചേരും സ്കൂളിലൂടെ. അങ്ങനെ 1-ാം ക്ലാസ് മുതലും പിന്നെ 10-ാം ക്ലാസ് വരെയൊക്കെ ഒരുമിച്ച് തന്നെ പഠിച്ച ഒരുപാട് സുഹൃത്തുക്കളുണ്ടാവും. പിന്നെ സ്കൂൾ മാറുമ്പം ചിലരൊക്കെ ചില സ്ഥലങ്ങളിലേക്ക് പോയിട്ടുണ്ടാവും. ചില ഡിവിഷനൊക്കെ മാറുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റങ്ങൾ ഉണ്ടെങ്കിലും ആ ഒരു സൗഹൃദ വലയം നമുക്ക് അവിടെ ഇങ്ങനെ സ്കൂളിൽ ഇങ്ങനെ ഒരുപാട് നിറഞ്ഞുണ്ടാവും. അതിൻ്റെ ഇടയിൽ ഒരുപാട് ഓർമ്മകൾ ഉണ്ടാവും എല്ലാവർക്കും. സൗഹൃദങ്ങളായിട്ട് മുട്ടായി വാങ്ങാൻ പീടികയിൽ പോയതും അങ്ങനെ ഓരോരുത്തർ സ്ഥലങ്ങളിൽ ഓരോ ഭാഷകളിൽ വ്യത്യാസം ഉണ്ടാവും. എന്നാലും സൗഹൃദങ്ങളെ അർത്ഥം എവിടെയാണെങ്കിലും ഏകദേശം നമുക്ക് ഒന്ന് തന്നെയാണല്ലോ. അത് ഏത് സ്ഥലത്താണെങ്കിലും ഏത് ദേശത്താണെങ്കിലൊക്കെ. പിന്നെ നമ്മൾ വളർന്ന് സ്കൂളിൻ്റെ കാലഘട്ടങ്ങളിൽ എത്ര സ്ഥലങ്ങളിൽ പോയിട്ട് എന്തൊക്കെ ക്രിക്കറ്റ് കളിയും ഫുട്ബോൾ കളിയും പിന്നെ പരസ്പരം സുഹൃത്തുക്കളെ വീട്ടിൽ അങ്ങോട്ട് പോവുക, അവിടെ നിന്ന് ഇങ്ങോട്ട് വരിക, അങ്ങനെ ഒരുപാട് ഓർമ്മകളുണ്ടാവും. പിന്നെ സ്കൂളും നമ്മൾ കഴിഞ്ഞ് പിന്നെ കോളേജിലേക്ക് എത്തുമ്പോൾ അങ്ങനെ മാറുമ്പോഴൊക്കെ കുറേ സൗഹൃദങ്ങൾ നമ്മളെ വിട്ടു പോയിട്ടുണ്ടാവും. പിന്നെ കോളേജിലൊക്കെ പുതിയ സൗഹൃദങ്ങൾ വന്ന് ചേർന്നിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ സൗഹൃദ വലയം എന്ന് പറയുന്ന ഒരു വല്ലാത്ത ഒരു അനുഭവം തന്നെയാണ്. പിന്നെ നമ്മളെ നാട്ടിലെ സൗഹൃദങ്ങൾ തന്നെയാണല്ലോ നമുക്ക് എപ്പോഴും നമ്മളെ കൂടുതലായിട്ട് നമ്മളെ കൂടെ ഇങ്ങനെ ഉണ്ടാകുക. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടാകുമ്പോൾ പണ്ട് കാലങ്ങളെന്നൊക്കെ പറയുമ്പോൾ നമ്മൾക്ക് ഒരു കല്യാണം എന്നൊക്കെ പറയുമ്പോൾ വലിയൊരു ആഘോഷം തന്നെയാണല്ലോ. കല്യാണപ്പരാർ എന്ന ഉത്സവം മാതിരിയാണ്. എല്ലാവരും ഒത്തുചേർന്നിട്ട് പരസ്പരം സഹായിക്കലും എല്ലാത്തിനും എല്ലാവരും എത്തിച്ചേരുകയും ഒക്കെ ഒരു വല്ലാത്തൊരു എല്ലാവർക്കും ഒരുപാട് സന്തോഷവും ഓർമ്മകളൊക്കെ ഉള്ള ഒരനുഭവമായിരിക്കും. ആ സൗഹൃദത്തിൻ്റെ കാലഘട്ടത്തിൽ നമ്മൾ സൈക്കിള് വാടകയ്ക്ക് എടുത്ത് ഒരുപാട് ആളുകളും പിന്നെ കുറേ ആൾ വാങ്ങിയിട്ട് പഠിച്ചിട്ടുണ്ടാവും. പിന്നെ അവിടെ നമ്മൾ ബൈക്കിലേക്ക് എത്തി, ബൈക്ക് പഠിക്കുക കൂട്ടുകാരുടെ കൂടെ, പിന്നെ വാടകയ്ക്ക് എടുത്ത് പോവുക. അങ്ങനെ ഒരുപാട് ഞങ്ങളൊക്കെ ഒരുപാട് ബൈക്കൊക്കെ വാടകയ്ക്ക് എടുക്കുന്ന കാലമായിരുന്നു. അതേമാതിരി സൈക്കിളൊക്കെ പഠിക്കുന്ന കാലത്ത് സൈക്കിൾ വാടകയ്ക്ക് എടുത്തിട്ട് അന്ന് ചെറിയ പൈസയാണ് സൈക്കിളിനൊക്കെ. 1 മണിക്കൂർ അരമണിക്കൂറൊക്കെ ആയിട്ട് അങ്ങനെ കുറേ കളികളും ചിരികളും ഒക്കെ ആയിട്ട് അതൊക്കെ ആലോചിക്കുമ്പോൾ ഒരു വല്ലാത്തൊരു അനുഭൂതി തന്നെയാണ്. അങ്ങനെ ഒരുപാട് സുഹൃത്തുക്കൾക്ക് വ്യത്യസ്തമായ ഒരുപാട് അനുഭവങ്ങളുണ്ടാവും. പിന്നെ എല്ലാവരും ജോലീൻ്റെ തിരക്കിലേക്ക് എത്തിപ്പെടുമല്ലോ. ഓരോരുത്തർക്ക് ജീവിത പ്രാരാബ്ദങ്ങളും ഒക്കെ വരുമ്പം ചിലവരൊക്കെ പഠിത്തം നിർത്തേണ്ടി വന്നിട്ടുണ്ടാവും, ചിലവരൊക്കെ പഠിച്ചിട്ടൊരു ജോലിയിലേക്ക് എത്തിയിട്ടുണ്ടാവും. എന്നാലും നമ്മളെ സൗഹൃദങ്ങൾ അന്നും ഇന്നും ഒക്കെ നമ്മളെ കൂടെ തന്നെ തുടരുകയാണല്ലോ. പിന്നെ ജോലി ഭാഗത്തെത്തുമ്പോൾ അവിടെ ഒരുപാട് പുതിയ ബന്ധങ്ങൾ അവിടെ നിന്ന് സൃഷ്ടിക്കും. അവിടെ നിന്ന് ഒരുപാട് അടുപ്പമുള്ള ആത്മസൗഹൃദങ്ങൾ അവിടെ വന്നു ചേരും ചങ്ങായിമാരായിട്ട്.
എല്ലാവരായിട്ടും. പിന്നെ എല്ലാവരും ജീവിത പ്രാരാബ്ദങ്ങളൊക്കെ കഴിഞ്ഞ് വിവാഹം നല്ല അവസ്ഥയിലേക്ക് എത്തും. അങ്ങനെ പിന്നെ കുടുംബ പ്രാരാബ്ദങ്ങളൊക്കെ നീങ്ങും. അന്നപ്പോഴൊക്കെ നമ്മളെ ആ ഒരു സൗഹൃദങ്ങൾ എല്ലാവർക്കും എപ്പോഴും കൊണ്ട് നടക്കുന്നുണ്ടാവും. ഇപ്പോഴാണെങ്കിൽ നമ്മൾ എന്താവശ്യമുണ്ട് വെച്ചാൽ നമ്മളോട് അടുത്ത് നിൽക്കുന്ന സുഹൃത്തുക്കളെയാണ് നമ്മൾ പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരിക, ഓലെ കോണ്ടാക്റ്റ് ചെയ്യാനും. കാരണം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ വരെ ശരിക്കും പറഞ്ഞാൽ അറിയുന്നത് നമ്മളെ സുഹൃത്തുക്കൾക്കായിരിക്കും. അത് ചിലപ്പോൾ നമ്മളെ കൂടെ വളർന്ന സുഹൃത്തുക്കളുണ്ടാവും, അതല്ലാണ്ട് പല സാഹചര്യങ്ങളിൽ നിന്നും മുമ്പൊക്കെ ഒത്തുചേർന്ന നമ്മളെ കൂട്ടുകാരും ഉണ്ടാവും. കാരണം ചിലവർക്കൊക്കെ ജോലി സ്ഥലങ്ങളിൽ നിന്നും ഒക്കെ പുതിയ പുതിയ കൂട്ടുകാരെത്തും. അതേമാതിരി കോളേജിൽ പഠിക്കുമ്പോൾ പിന്നെ നമ്മൾ തന്നെ അറിയാതെ നല്ലൊരു ബന്ധങ്ങൾ നമ്മളിലേക്ക് എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ അത് വലിയൊരു ആത്മബന്ധമായി മാറും. കാരണം അത് നമ്മൾ തന്നെ അറിയാണ്ട് നമ്മളുടെ ഉള്ളിലേക്ക് എത്തിച്ചേരും. അത് പിന്നെ എന്ത് പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴൊക്കെ നമ്മൾ കോണ്ടാക്റ്റ് ചെയ്യും. എന്തായാലും സൗഹൃദം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപാട് ഓർമ്മകൾ സന്തോഷിക്കുന്ന, ഓർമ്മകൾ നിലനിൽക്കുന്ന ഒരു അനുഭവം തന്നെയാണത്. എല്ലാവരും ഇപ്പോഴും ഇപ്പോൾ ഒരു ഞായറാഴ്ച ഫ്രീ ടൈം ഉണ്ടെങ്കിൽ, എന്ത് ജോലി തിരക്കൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും കൂട്ടുകാരൊന്നിച്ച് കൂടാനും കാര്യങ്ങൾ പറയാനും ഓലെ കൂടെ ഇരിക്കാനൊക്കെ എന്ത് തിരക്കുണ്ട് എല്ലാവരും സമയം കണ്ടെത്താറുണ്ട്. അതൊക്കെ തന്നെയാണ് നമ്മളെ സന്തോഷം. കാരണം ദിവസങ്ങളിങ്ങനെ പോണ്, അതിൻ്റെ കൂടെ നമ്മളിങ്ങനെ ഓടുന്നു, അങ്ങനെ നീങ്ങുമ്പോൾ കുറേ ചങ്ങായിമാരെ കൂടെ വലിയ ഓർമ്മകളൊക്കെ ഒരു അനുഭൂതി തന്നെയാണ്. അങ്ങനെ എല്ലാ സുഹൃത്തുക്കൾക്കും ഇനിയും നല്ല സൗഹൃദങ്ങളൊക്കെ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മളെ യാത്രകൾ ഇങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരോടും നന്ദി. ഓക്കെ. എന്താ സുഹൃത്തുക്കളെ, ഒരു യാത്ര ഇങ്ങനെ പോവുകയാണ്. എന്നപ്പോൾ നമ്മൾ യാത്ര പോകുമ്പോൾ ഓരോ ചിന്തകളൊക്കെ നമ്മളെ ഉള്ളിലേക്ക് എത്തുക. അന്നപ്പം നമ്മളെ സൗഹൃദങ്ങളെക്കുറിച്ചൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ്.